പ്രിയപ്പെട്ട കുട്ടികളെ, കണ്ണെത്താ ദൂരത്തെ കയ്യെത്താ ദൂരത്തെ എന്ന പാഠഭാഗത്തിലെ പ്രധാന പോയിന്റ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാർത്താവിനിമയ രീതികളാണ് പ്രാവ്, പെരുമ്പറ, ദൂതൻ, അഞ്ചലോട്ടക്കാരൻ. ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ആശയവിനിമയ രീതികളാണ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, റേഡിയോ, ടി വി. ഓക്കെ ഓക്കെ ദെൻ ബഹുജന ആശയവിനിമയ ഉപാധികൾ. ഒരു സന്ദേശം ഒരേ സമയം കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ ബഹുജന ആശയവിനിമയ ഉപാധികൾ എന്നാണ് പറയുന്നത്. ഉദാഹരണം റേഡിയോ, ടി വി, ന്യൂസ് പേപ്പർ. ദെൻ വിജ്ഞാനം വിരൽത്തുമ്പിൽ എന്ന വിശേഷണത്തിന് അർഹമായത് ഇന്റർനെറ്റ് ആണ്. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി, ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബയാർഡ്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്, ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മാർട്ടിൻ കൂപ്പർ. ഇനി വാർത്താവിനിമയ ഉപാധികളെ മറ്റേതെല്ലാം മേഖലകളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? തത്സമയ സംപ്രേഷണം, കാലാവസ്ഥാ പ്രവചനം, ബാങ്കിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വാർത്താവിനിമയ സംവിധാനങ്ങളെ ഉപയോഗിച്ചു വരുന്നു. അടുത്ത പാഠം കൂട്ടുകാർക്ക് ഒരു കരുതൽ. അപകടം പറ്റിയ ഒരാൾക്ക് വൈദ്യസഹായം നൽകുന്നതിന് മുമ്പ് നൽകുന്ന പരിചരണത്തിനെയാണ് പ്രഥമ ശുശ്രൂഷ എന്നറിയപ്പെടുന്നത്. ഓരോ അപകടവും ആ അപകടത്തിന് നൽകാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷകൾ നമ്മൾ മനസ്സിലാക്കണം. മൂക്കിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ചാഞ്ഞ് ഇരിക്കുക, സംസാരിക്കാൻ അനുവദിക്കരുത്, വായിലൂടെ ശ്വസിക്കണം, മൂക്കിന്റെ അഗ്രഭാഗം അമർത്തിപ്പിടിക്കുക, ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കുക. ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക, വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഐസ് പാക്ക് വെക്കുക. ചതവും നമുക്ക് ഐസ് പാക്ക് വെക്കുക. ചതവേറ്റ ഭാഗം ഒരിക്കലും തിരുമാനായി പാടുകയില്ല. പാമ്പ് കടിയേറ്റ ഒരാൾക്ക് എന്തെല്ലാം പ്രഥമ ശുശ്രൂഷ നൽകാനായി കഴിയും? അത് കടിയേറ്റ ഭാഗം വൃത്തിയുള്ള വെള്ളം കൊണ്ട് കഴുകണം. അപ്പം നടക്കാനോ ഓടുവാനോ അനുവദിക്കരുത്, സമാധാനിപ്പിക്കുക. അതുപോലെ തന്നെ കടിയേറ്റ ഭാഗം താഴ്ത്തി വയ്ക്കുക, എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക. ഓക്കെ, അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാം ശനിയാഴ്ച പ്രഥമ ശുശ്രൂഷ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും? ആന്റിസെപ്റ്റിക്, അണുനാശിനി, ബാൻഡേജ്, കോട്ടൺ, ഡെറ്റോള്, സോപ്പ്, ഇതെല്ലാം പ്രഥമ ശുശ്രൂഷ പെട്ടിയിലുണ്ടായിരിക്കും. അപ്പോൾ പ്രഥമ ശുശ്രൂഷയിലൂടെ നമുക്ക് ഒരാളുടെ വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നത് നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമയാണ്. ഓക്കെ, അടുത്ത നാടിനെ അറിയാനുള്ള പാഠഭാഗത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്തിന്റെ ഭരണത്തലവൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തലവൻ ചെയർമാൻ, കോർപ്പറേഷന്റെ ഭരണത്തലവൻ മേയർ. അടുത്തതായി കേരളത്തിലെ ത്രിതല ഭരണ സംവിധാനമാണ് ഉള്ളത്. ത്രിതല പഞ്ചായത്ത്. ഓക്കെ, ഏറ്റവും താഴെ തട്ടില് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ വാർഡ് മെമ്പർ എന്നും, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ കൗൺസിലർ എന്നുമാണ് പറയുന്നത്. അടുത്തത് പൊതു ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സ്ഥാപനങ്ങളെ പൊതുസ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത്. സ്കൂള് വിദ്യാഭ്യാസം നൽകുന്നു, പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നത് PHC അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇനി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പൊതുസ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. അപ്പം അങ്ങനെയുള്ള പൊതുസ്ഥാപനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഗ്രാമസഭ, ഒരു വാർഡിലെ ജനങ്ങളെ അവരുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒത്തുകൂടുന്നതിനെയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇനി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം കൂട്ടായ്മകൾ വേറെയും ഉണ്ട്. കുടുംബശ്രീ, അതുപോലെ ക്ലബ്ബുകൾ, വായനശാലകൾ എന്നിവ അത്തരം ചില കൂട്ടായ്മകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പാഠങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ.